UDFിന്റെ അഭിനന്ദനായ മണ്ഡലം ചെയർമാൻ PA ചെരീഫ് സാഹിബ്, പ്രിയങ്കരനായ രാധാകൃഷ്ണൻ മാഷ്, പഞ്ചായത്ത് UDFിന്റെ കൺവീനർ പ്രിയപ്പെട്ട ഇക്ബാൽ സാഹിബ് അടക്കമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം കഴിഞ്ഞ 6-ാം തീയതി, ഫെബ്രുവരി 6-ാം തീയതി മാർച്ച് 6 വരെ കേരളത്തിൽ UDFിന്റെ ഒരു രാഷ്ട്രീയ പ്രമേയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതുയുഗ പിറവിക്ക് വേണ്ടി, നവകേരള നിർമ്മിതിക്ക് വേണ്ടി പുതുയുഗ യാത്ര UDF തുടക്കം കുറിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കൊക്കെ അറിയാം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ 11 വർഷത്തെ കാലത്തിലധികമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റും കഴിഞ്ഞ 9.25 വർഷമായി കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റും ഒരേ തൂവൽ പക്ഷികളെ പോലെ ജനവിരുദ്ധ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിന്റെ അടിസ്ഥാന വിഭാഗമായ കർഷകരടക്കമുള്ള പാവപ്പെട്ട ആളുകളെ കേൾക്കാൻ സന്നദ്ധമല്ല. നമുക്കറിയാം, ഇന്ന് ഇവിടെ ഓൾ ഇന്ത്യ ലെവലിൽ ഇന്ത്യയിൽ തന്നെ തൊഴിലാളി പ്രക്ഷോഭ സമരമാണ്. പണിമുടക്കായിരുന്നു ഇന്ന്. എന്താണ് ഇരു ഗവൺമെന്റുകളെയും ആ സമരത്തോടുള്ള സമീപനം? എന്തുകൊണ്ടാണ് തൊഴിലാളികൾ ഇങ്ങനെ സമരത്തിലേക്ക് പോയത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഈ പുതുയുഗ യാത്രയുടെ പ്രസക്തി. നമുക്കറിയാം, ഇനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ. കേരളത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. മേയിൽ പുതിയ ഗവൺമെന്റ് അധികാരമേൽക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിന്റെ സെമി ഫൈനൽ എന്നോണം കാഹളം മുഴക്കിയിരിക്കുകയാണ്. കൃത്യമായി UDFിന് അനുകൂലമായ മാൻഡേറ്റാണ് ഈ കേരള സമൂഹം തന്നിട്ടുള്ളത്. അത് ഈ BJPക്കും ഒരേ സമയം ഇടതുപക്ഷത്തിനുമുള്ള മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് നമുക്ക് ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്തണമെങ്കിൽ ഇവിടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിധ്വംസകമായ കാര്യങ്ങൾ, രാജ്യത്തെ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ, രാജ്യത്തെ ചെറുപ്പക്കാരുടെ വിഷയം, വിദ്യാർത്ഥികളുടെ വിഷയം, PSC എക്സാമുകളൊക്കെ അട്ടിമറിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റ്, ജനദ്രോഹപരമായ നടപടികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും, ഈ ഗവൺമെന്റുകൾക്കെതിരായ കുറ്റപത്രമാണ് ഈ പുതുയുഗ യാത്രയിൽ നമ്മുടെ നേതാക്കന്മാർ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒറ്റക്കാര്യം മാത്രമേ നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളൂ. മറ്റന്നാളെ നടക്കുന്ന പുതുയുഗ യാത്രയുടെ നമ്മളെ മണ്ഡലത്തിലെ സ്വീകരണം ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്വീകരണമായി മാറ്റാൻ നിങ്ങൾ സഹപ്രവർത്തകരായ നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമുണ്ട്. അതിനു വേണ്ടിയുള്ള വിളംബര ജാഥയാണ് ഈ നടന്നത്. ഈ സന്ദേശം നിങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക്, നമ്മുടെ പ്രവർത്തകരിലേക്ക് എത്തിക്കണം. മറ്റന്നാൾ എല്ലാ വാർഡുകളിൽ നിന്നും 50 പേരെ വീതെങ്കിലും നിങ്ങൾ ഈ സമ്മേളന നഗരിയിലേക്ക്, സ്വീകരണ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വിളംബര ജാഥയിൽ പങ്കെടുത്ത നിങ്ങളെ ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.